أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فصل لربك وانحر. صدق الله العظيم. الله أكبر الله أكبر الله أكبر لا إله إلا الله. الله أكبر الله أكبر ولله الحمد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ജ്യേഷ്ഠാനുജ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാ കൽപ്പനകളും നിഗ്രഹമേഖലകളിലും അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എൻ്റെ മനസ്സിനോട് പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങളാണുള്ളത്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈ രണ്ട് ആഘോഷങ്ങളിലും നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന വാചകമാണ്, അല്ലെങ്കിൽ നമ്മോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പറയുന്ന മുദ്രാവാക്യമാണ്, തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ പെരുന്നാളിന്റെ ദിനങ്ങളിൽ എന്തുകൊണ്ട് നമ്മളോട് പറയുവാൻ ആവശ്യപ്പെട്ടു, എന്തുകൊണ്ട് നിരന്തരം ഉരുവിടാൻ ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് പെരുന്നാളിന്റെ സന്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് പെരുന്നാളുകളിലും ഈ തക്ബീറുകൾ പറയുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ആയത്തുകളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഈദുൽ ഫിത്റിൽ ഈ തക്ബീർ പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന ആയത്ത് ഒന്നാമതായി നമുക്ക് എടുത്തു നോക്കാം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ലോക മാനവരാശിക്ക് മുഴുവൻ വഴികാട്ടിയായി മാർഗദർശനമായിട്ട് ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധ റമളാൻ. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസും.
അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മാസത്തിൽ നോമ്പെടുക്കട്ടെ, വ്രതമെടുക്കട്ടെ. ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ഇതെന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഒരു മാസത്തെ കോഴ്സ്, അത് നിങ്ങൾ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഇതിലൂടെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള മാർഗദർശനത്തിന്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മസംസ്കരണത്തിന് നിങ്ങൾ അല്ലാഹുവിന് തക്ബീർ പറയുവാൻ വേണ്ടിയിട്ട്, തക്ബീർ ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഒരു മാസത്തിലൂടെ, ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, സ്വതക്കുകളിലൂടെ, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഹിദായത്ത് ഉണ്ടല്ലോ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള വെളിച്ചമുണ്ടല്ലോ, നമുക്കുണ്ടായിട്ടുള്ള മാർഗദർശനമുണ്ടല്ലോ, അതിന് അല്ലാഹുവിന് തക്ബീർ ചൊല്ലലാണ് ഈദുൽ ഫിത്റിലെ നമ്മുടെ തക്ബീർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതൊരു പ്രഖ്യാപനമാണ്. ഇനി മുതൽ എനിക്ക് അള്ളയാണ് ഏറ്റവും വലുത്, അല്ലാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലുത്, അല്ലാഹു അക്ബർ, അള്ളയാണ് എനിക്ക് ഏറ്റവും വലുത്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹിന്റെ തൃപ്തിയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് നോക്കുക, ഏറ്റവും പ്രധാനമായിട്ട് നോക്കുക എന്നുള്ള പ്രഖ്യാപനം. അത് ബാക്കിയുള്ള 11 മാസങ്ങളിലേക്കുള്ള പ്രഖ്യാപനമാണ്. ഇനി ഈ പ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം 2 മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ പ്രതിജ്ഞയെ ഒന്നുകൂടി പുതുക്കുവാൻ വേണ്ടിയിട്ടാണ് ബലിപെരുന്നാള്, ഹജ്ജ് പെരുന്നാൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അഥവാ ഈ രൂപത്തിൽ ആത്മസംസ്കരണം, ആത്മവിശുദ്ധി നേടിയവർക്കാണ് ശരിക്കും പെരുന്നാൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് തക്ബീർ എന്ന് പറയുന്നത്. ഇനി ബലിപെരുന്നാളിന്റെ പശ്ചാത്തലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് നോക്കാം. സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു, ലൻ യനാലല്ലാഹു ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ബലിപെരുന്നാളിലെ അല്ലെങ്കിൽ ഹജ്ജ് പെരുന്നാളിലെ പരമപ്രധാനമായിട്ടുള്ള കർമ്മം ബലിയറക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അങ്ങനെ നിങ്ങൾക്ക് നേടിയിട്ടുള്ള ആത്മവിശുദ്ധി ഉണ്ടല്ലോ, ആത്മസംസ്കരണം ഉണ്ടല്ലോ, അതിന് നിങ്ങൾ തക്ബീർ ചൊല്ലുവാൻ വേണ്ടിയിട്ട്, തക്ബീർ പറയുവാൻ വേണ്ടിയിട്ടാണ് പെരുന്നാൾ നിങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ബലിപെരുന്നാളിൽ നമ്മൾ ആത്മസംസ്കരണം നേടിയെടുക്കുന്നത്? നമുക്കറിയാം, ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്റിൽ നമ്മുടെ ആത്മസംസ്കരണം നേടിയെടുക്കുന്ന 1 മാസത്തെ പരിശീലന കളരിയിലൂടെയാണ്, 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് സൽക്കർമ്മങ്ങളിലൂടെയാണ്. അതുപോലുള്ള ഒരു സംസ്കരണം ബലിപെരുന്നാളിന് മുന്നോടിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്നും ബലി എന്നുള്ള കർമ്മം തന്നെ വലിയ ഒരു ആത്മസംസ്കരണമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോട് കൽപ്പിച്ച ദിനങ്ങളായിരുന്നു. അങ്ങേയറ്റം ഈ ദിനങ്ങളിൽ പുണ്യകർമ്മം ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ദിനങ്ങളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ഈ ദിവസങ്ങളിൽ പുണ്യകർമ്മം ചെയ്യുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഈ 10 ദിനങ്ങളിൽ നമ്മളെ കൊണ്ട് ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, അമൽ സാലിഹാത്തുകൾ ചെയ്തിട്ട് ആത്മസംസ്കരണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് നമ്മൾ ഈ പെരുന്നാൾ ദിനത്തിൽ നിർവഹിക്കുന്ന പ്രധാന കർമ്മം ബലികർമ്മം, അതിനുള്ള മുന്നൊരുക്കം നമ്മുടെ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആരംഭിക്കുന്നുണ്ട് അല്ലെ. അതിനുവേണ്ടിയുള്ള നിയ്യത്ത് നമ്മുടെ ദുൽഹിജ്ജ മാസത്തിൽ എത്തുന്നതിന് മുമ്പ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നിയ്യത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നീട് മുടിയോ നഖമോ ഒന്നും മുറിക്കുന്നില്ല, അത് സുന്നത്താണ്. നിയ്യത്താക്കിയ ശേഷം ദുൽഹിജ്ജ 1-ാം ദിവസത്തിലേക്ക് കടന്നതിന് ശേഷം മുടി മുറിക്കാതിരിക്കുകയും നഖം മുറിക്കാതിരിക്കുകയും എന്നുള്ള സുന്നത്താണ്. അങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ബലിപെരുന്നാളിലേക്ക് വരുന്നത്. അങ്ങനെ ആ ബലിപെരുന്നാളില് ആ ബലിയർപ്പണം കൂടി കഴിയുമ്പോൾ ഇത് പൂർത്തീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല അവരിലേക്ക് എത്തുന്നത്, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. മറിച്ച് നിങ്ങളുടെ സൂക്ഷ്മതയാണ്, നിങ്ങളുടെ തഖ്വയാണ് അവന് ലഭിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തഖ്വ, ഈ ഒരു ആത്മവിശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പെരുന്നാളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഈ ഒരു ആത്മസംസ്കരണം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാളുള്ളൂ. അപ്പോഴേ നമ്മുടെ തക്ബീറുകൾക്ക് അർത്ഥമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബലികർമ്മം നമുക്ക് സുന്നത്താക്കിയത്, അല്ലെ ചില പണ്ഡിതന്മാർ വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ. മഹാനായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മഹാപ്രസ്ഥാനമായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ച് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തുമ്പോൾ കിട്ടിയിട്ടുള്ള തന്റെ പൊന്നോമന മകൻ ആൺകുട്ടിയെ തനിക്ക് സഹായിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ, തന്റെ കൂടെ ഓടി നടക്കാൻ സഹായിക്കാനുള്ള പ്രായമെത്തിയപ്പോ അള്ളാഹു പറയുകയാണ്, ആ പൊന്നോമന മകനെ, ആ ആൺകുട്ടിയെ നീ എനിക്ക് വേണ്ടിയിട്ട് അറുക്കണം, നിന്റെ കൈകൊണ്ട് തന്നെ അറുക്കണം എന്ന് പറയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അതിനു വേണ്ടി തയ്യാറാവുകയാണെന്ന് നമുക്കറിയാം. ആ ഒരു ഈമാനുണ്ടല്ലോ, ആ ഒരു തഖ്വയുണ്ടല്ലോ, ആ ഈമാനും തഖ്വയും സംശീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്, അത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയെ പുതുക്കിക്കൊണ്ട് ഇവിടെ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോവിഡിന്റെ കാലത്തും വളരെ സാമ്പത്തിക പ്രയാസമുള്ള കാലത്തും നിങ്ങൾ ബലിയർപ്പിക്കണമെന്ന് പറയുന്നത്. കാരണം ബലിയർക്കൽ എന്ന് പറയുന്നത് വെറുതെ മാംസം തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് പ്രിയപ്പെട്ടത് എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായിട്ടുള്ള ഈ ഒരു വികാരം, ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായിട്ടുള്ള ഈ ഈമാൻ തഖ്വയുടെ ഒരു അംശം ഉണ്ടാക്കുവാൻ നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് നിർവഹിക്കേണ്ടതുണ്ട്. അഥവാ കഴിയുമെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ വീട്ടിൽ നമ്മൾ പോറ്റി വളർത്തിയിട്ടുള്ള ഒരു മൃഗത്തെ തന്നെ, ആടിനെയോ പോത്തിനെയെങ്കിലും നമ്മൾ അറുക്കുവാൻ വേണ്ടിയിട്ട് നീക്കി വെക്കുമ്പോൾ, അതിന് തയ്യാറാവുമ്പോഴേ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു വികാരം കുറച്ചെങ്കിലും ഉണ്ടാകും. ഇനി അതിന് സാധിക്കാത്ത ആളുകളാണ് നമ്മൾ അധികവും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ട, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബലിമൃഗത്തെ വാങ്ങുകയോ അതല്ലെങ്കിൽ ഒരു ഷെയർ കൂടുകയോ ചെയ്തിട്ട് നമ്മൾ ഈ കർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാവുന്ന സമൃദ്ധമായിട്ടുള്ള അവസ്ഥയിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് നമ്മുടെ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ കഴിച്ചിട്ട്, നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും മറ്റ് നിർബന്ധ കാര്യങ്ങൾ കഴിച്ചിട്ട് ഉള്ള പണം കൊണ്ട് നമ്മള് ഈ ബലിമൃഗത്തിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുമ്പോഴാണ്, ഈ ബലിക്ക് വേണ്ടി പണം ചെലവാക്കുമ്പോഴാണ് നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു വികാരം വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു തെക്കുവയും ഈമാനും സ്വാംശീകരിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതുമില്ല, അതിനും കഴിയാത്ത അവസ്ഥയാണ്, അങ്ങനെ തീരെ പണമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അത് ചെയ്യുവാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒരു ബലിയെടുക്കാൻ വേണ്ടിയുള്ള പണമിന് ഒരു ഷെയർ കൊടുക്കാനെങ്കിലുമുള്ള കാശ് എന്റെ അടുത്ത് കണ്ടെത്താൻ കഴിയുമോ, എനിക്ക് മാറ്റിവെക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമെങ്കിലും പരിശ്രമമെങ്കിലും ആലോചനയെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് പെരുന്നാളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് പെരുന്നാളുള്ളൂ, എങ്കിലേ നമ്മുടെ തക്ബീറുകൾക്ക് അർത്ഥമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ പലരും പറയാറുണ്ട്, ഈ പ്രാവശ്യം നമുക്ക് പെരുന്നാളൊന്നുമില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ കളിയും വിനോദങ്ങളും പുതുവസ്ത്രവും അതുപോലെ തന്നെ നല്ല ഭക്ഷണവും വെക്കലാണ് പെരുന്നാൾ എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മവിശുദ്ധിക്ക്, നിങ്ങൾ നേടിയെടുത്ത ആത്മസംസ്കരണത്തിന്റെ പ്രഖ്യാപനമാണ്, അതിന്റെ തക്ബീറുകളാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആണ് ഏറ്റവും വലുത്, അല്ലാഹു ആണ് ഏറ്റവും വലുത്, അല്ലാഹു ആണ് ഏറ്റവും വലുത്. എന്റെ അനുസരണവും എന്റെ ആരാധനകളും എന്റെ എല്ലാം നൽകുവാൻ അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ വേറൊരാളുമില്ല, വേറൊരാളും അതിന് അർഹനായിട്ട് ഈ ലോകത്തില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു തന്നെയാണ് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ, അല്ലാഹു തന്നെയാണ് ഏറ്റവും വലുത്. വലില്ലാഹിൽ ഹംദ്, ആ റബ്ബിനാണ് എന്റെ സർവസ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉണ്ടാവേണ്ട പ്രഖ്യാപനമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് പറയാൻ സാധിക്കണം അല്ലാഹു അക്ബർ. നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ മക്കളുടെയും
നമ്മുടെ മറ്റു ബന്ധുക്കളുടെയും തൃപ്തിയേക്കാൾ എനിക്ക് വലുത് എന്റെ അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കണം. എന്തെങ്കിലും കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോ, എന്തെങ്കിലും ഒരു ആചാരം നടത്തുമ്പോ അവിടെ അള്ളാഹുവിന്റെ തൃപ്തിക്കായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ അയൽവാസികളുമായി, നാട്ടുകാരുമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അള്ളാഹിന്റെ തൃപ്തിയായിരിക്കണം. അല്ലാതെ അവനെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നതായിരിക്കരുത് നമ്മുടെ മാനദണ്ഡം. മറിച്ച് അല്ലാഹു അക്ബർ ആയിരിക്കണം. അവിടെയും അല്ലാഹു അക്ബർ പറയാൻ സാധിക്കണം. പിന്നെ നമ്മുടെ ജോലിയുടെ മേഖലയിൽ അല്ലാഹുവിന്റെ തൃപ്തിയില്ലാത്ത ഒരു കാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ, നമ്മുടെ ജോലി നിലനിർത്തുവാൻ ആ കാര്യം ചെയ്യേണ്ട നിർബന്ധമായ അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തിട്ട് എന്റെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ അവിടെയും അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കണം. എന്റെ ജോലിയേക്കാൾ, എന്റെ മാനുഷ്യത്തിനേക്കാൾ എനിക്ക് വലുത് അല്ലാഹുവാണ് എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ നിഖില മേഖലകളിലും അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെയാണ് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം വിശ്വസിച്ച ആദർശം, ഇബ്രാഹിം അലൈഹിസ്സലാം മനസ്സിലാക്കിയിട്ടുള്ള സത്യത്തിന് അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആദർശത്തിന് വിരുദ്ധമായിരുന്നു. ആ സത്യം പറഞ്ഞാല് തന്റെ പിതാവ് തന്നോട് ദേഷ്യപ്പെടും, തന്റെ പിതാവിന് തന്നോട് വെറുപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് അത് തുറന്നു പറയാൻ തയ്യാറാവുകയാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ മറിയമിൽ നമുക്ക് കാണാൻ സാധിക്കും, വദ്കുറുഫിൽ കിതാബി ഇബ്രാഹിം, നീ ഇബ്രാഹിമിനെ ഓർക്കുക, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യൻ, അദ്ദേഹം സിദ്ദീഖായിരുന്നു, സത്യത്തിന്റെ അങ്ങേ തലത്തിലായിരുന്നു. സിദ്ദീഖ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഫോമാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന, സത്യത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു. സത്യത്തെ പൂർണ്ണമായിട്ടും ജീവിതത്തിന് സാംശീകരിച്ച വ്യക്തിയായിരുന്നു. സഹോദരങ്ങൾ, നമുക്ക് മാതൃകയാവേണ്ടതാണ്. സത്യം കൈവിട്ടിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും തയ്യാറില്ലാത്ത സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് ഖാലലി അബീഹി, അദ്ദേഹം തന്റെ പിതാവിനോട് പറയുകയാണ്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നുപ്പ, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ആരാധ്യ വസ്തുക്കളെ എന്തിനാണുപ്പാ നിങ്ങൾ ആരാധിക്കുന്നുവെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തുറന്നു പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. തന്റെ പിതാവ് അദ്ദേഹത്തിന് നൽകിയ മറുപടി ഇതായിരുന്നു, നീ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ, നിന്റെ ഈ പ്രബോധനം നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വഹജർനി മലിയ, ഒരുപാട് കാലത്തിന് നീ എന്റെ കൂടെ നിൽക്കണ്ട, എനിക്ക് നിന്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആട്ടിയോടിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പ എന്ത് വിചാരിക്കും, നമ്മുടെ സഹോദരങ്ങൾ എന്ത് വിചാരിച്ചു, നമ്മുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് സത്യം പറയാതിരിക്കുന്ന രീതിയാണ് നമ്മുടേതെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ അവർ മനസ്സിലാക്കിക്കോട്ടെ, അവര് പഠിച്ചോട്ടെ, അതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇബ്രാഹിം മില്ലത്തിനെതിരാണ്, നമ്മുടെ രീതി ഇബ്രാഹിം മില്ലത്തിനെതിരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത്, ഇസ്ലാമിക ആദർശം നമ്മളെ ഇത് തിരുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ നാട്ടുകാരോടുള്ള ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നാട്ടുകാരോടും അദ്ദേഹം തുറന്നു പറയുവാൻ തയ്യാറാവുകയാണ്. തന്റെ ഉപ്പയോട്, ബന്ധുക്കളോട് മാത്രമല്ല, ഇത് അദ്ദേഹം തന്റെ പിതാവിനോട്, തന്റെ നാട്ടുകാരോടും ഒക്കെ പറയാൻ തയ്യാറാവുകയാണ്. എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ആരാധ്യ വസ്തുക്കളെയാണോ നിങ്ങൾ അള്ളാഹുവിന് പകരമായിട്ട് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെയും പറയുന്നു, നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ആരാധ്യ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഏതൊരു സന്ദർഭത്തിലാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. ശിർക്കല്ലാത്ത മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത, ഇമേജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, ശിർക്കിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏകനായ ദൈവത്തെ, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന്. അതിന്റെ പേരിലാണ് കത്തിയാളുന്ന നരകത്തിയിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയുവാൻ
ഈ ആദർശത്തിന്റെ ശത്രുക്കൾ തീരുമാനിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോട് ഒരു സത്യം, ഒരു ആദർശം, നമ്മൾ വിശ്വസിക്കുന്ന ആദർശം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സത്യം അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എനിക്ക് ഇനിയും ഈ നാട്ടിൽ ജീവിക്കാനുള്ളതല്ലേ, ഞാൻ ഈ നാട്ടുകാരുടെ കൂടെ ജീവിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് ഇബ്രാഹിമി ആദർശത്തിന്റെ, ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെയും അല്ലാഹു അക്ബർ പറയാൻ സാധിക്കണം, നാട്ടുകാരുടെ മുമ്പിലും അല്ലാഹു അക്ബർ പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യ, നമ്മുടെ സന്താനങ്ങള്, അവരുടെ മുമ്പിലും അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് എനിക്ക്, ഞാൻ കരളിന്റെ കഷ്ണമായി സ്നേഹിക്കുന്ന എന്റെ മക്കളേക്കാൾ, എന്റെ ഭാര്യയേക്കാൾ എനിക്ക് ഏറ്റവും വലുത്, ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുവാൻ സാധിക്കണം. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് അവിടെയും മാതൃക കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുള്ള തന്റെ പൊന്നോമന മകനെയും, തനേറെ സ്നേഹിക്കുന്ന ഭാര്യയെയും ജീവിത ഇണയെയും വിജനമായ മരുഭൂമിയിൽ കൊണ്ട് പാർപ്പിക്കുവാൻ പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം യാതൊരു സങ്കോചവും ഇല്ലാതെ, യാതൊരു വൈമനസ്യവും ഇല്ലാതെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തന്റെ ഭാര്യയുടെയും മക്കളുടെയും തൃപ്തിയേക്കാൾ, സുഖത്തിനേക്കാൾ അള്ളാഹുവിന്റെ തൃപ്തിയെ ആഗ്രഹിച്ചു അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിച്ചു. ഇനി നമ്മളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ളത്. ഈ ഒരു പെരുന്നാൾ നമ്മുടെ ഒരു ആത്മവിശകലനത്തിന്റെ, ഒരു ആത്മവിചാരണ പെരുന്നാളാവട്ടെ. നമുക്ക് എവിടേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊന്നുമോനെ ബലിയർപ്പിക്കാൻ തയ്യാറാവുമ്പോൾ അവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു മകനെ ഒരു കുറച്ചു വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനി പഠനത്തിന് വേണ്ടി, ഇസ്ലാമിക പഠനത്തിന് വേണ്ടിയിട്ട്, ഖുർആന്റെ ഹിഫ്ള് പഠനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേരാ തയ്യാറുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകന്റെ ജീവിതം മുഴുവൻ നൽകുവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ജീവിതം മുഴുവൻ നൽകാനൊന്നും, ജീവിതം ബലിയർപ്പിക്കാനൊന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. കുറച്ചു കാലം അവനെ ദീൻ പഠിപ്പിക്കാൻ, മതം പഠിപ്പിക്കാൻ വിടണമെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേർ തയ്യാറാവുന്നുണ്ട് എന്ന് നമ്മളൊരു ആത്മവിചാരം നടത്തട്ടെ. നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഇതാണ് പെരുന്നാളിന്റെ അകക്കാമ്പി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കളിയും തമാശകളും, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കലും, നല്ല വസ്ത്രമണിയലും, അതുപോലെ തന്നെ കുടുംബ സന്ദർശനങ്ങളും എല്ലാം പെരുന്നാളിന്റെ ഭാഗം തന്നെയാണ്. അത് സെക്കൻഡറി ആയിട്ട്, രണ്ടാമതായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്, സുന്നത്ത് തന്നെയാണ്. പക്ഷെ ഒന്നാമതായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഈ ആത്മവിശുദ്ധിയുണ്ട്, ഈ ആത്മസംസ്കരണമുണ്ട്. ഈ ആത്മസംസ്കരണം നമുക്ക് നേടിയെടുക്കേണ്ട നിർബന്ധമാണ്. അതിന്റെ കൂടെ നമുക്കുണ്ടാവേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ രൂപത്തിൽ ഒരു ആത്മസംസ്കരണം, ആത്മവിശുദ്ധിയോട് കൂടിയിട്ട് പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മുറിച്ചു കളഞ്ഞിട്ടുള്ള കുടുംബ ബന്ധങ്ങള് അല്ലെങ്കിൽ മറ്റു സൗഹാർദ്ദങ്ങളൊക്കെ അതൊക്കെ പതുക്കുവാൻ തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ ഇച്ഛകളുടെ, നമ്മുടെ ഈഗോകളെ നമ്മൾ ബലിയർപ്പിക്കാൻ തയ്യാറാവണം. നമ്മൾ ബലിമൃഗത്തെ ഇറക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരുപാട് ദേഹേച്ഛകളുണ്ട്, നമ്മുടെ ഈഗോകളുണ്ട്. അതിന്റെ പേരിലാണ് നമ്മൾ അവരോടൊക്കെ തെറ്റിയിട്ടുള്ളത്, മിണ്ടാതിരുന്നിട്ടുള്ളത്. അതിനെയും നമ്മൾ ബലിയർപ്പിക്കാൻ തയ്യാറാവണം. അങ്ങനെ പുതിയ ബന്ധങ്ങള്, സുദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായി തീരേണ്ടതുണ്ട്. അതിനും ഈ പെരുന്നാള് കാരണമാവേണ്ടതുണ്ട്. ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പെരുന്നാളിന്റെ ഈ പ്രധാന കർമ്മമായിട്ടുള്ള ഉദ്ഹിയ്യത്ത്, ആ ഉദ്ഹിയ്യത്തിൽ പങ്കുചേർന്നിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് നമ്മൾക്ക് ആ ഒരു വികാരമെങ്കിൽ നമ്മൾ ഉണ്ടാവണം. കഴിയുന്നവർ ആ ബലി അറുക്കുന്ന സ്ഥലത്ത് പോയിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെ അറുത്തതിന്റെ പ്രതീകാത്മകമായിട്ടാണ്, അതിന്റെ മാതൃകയെ പിൻപറ്റിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ള ഒരു വികാരമെങ്കിൽ നമുക്കുണ്ടാവണം. എങ്കിലേ ആ തഖ്വയുടെയും ഈമാനിന്റെയും ഒരു ചെറിയ അംശമെങ്കിലും സ്വാംശീകരിച്ച് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി
ഇനി അവിടെ പോകുവാൻ കഴിയാത്ത ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബലി മൃഗത്തിന്റെ മാംസം എത്തുമ്പോൾ അത് പാകം ചെയ്യുമ്പോഴും അത് ഭക്ഷിക്കുമ്പോഴും ഓർമ്മ വരണം, ഒരു മഹത്തായ ത്യാഗത്തിന്റെ സ്മരണയാർത്ഥം അറുക്കപ്പെട്ടിട്ടുള്ള ബലിമൃഗത്തിന്റെ മാംസമാണ് എന്നുള്ള ഓർമ്മയിൽ, ആ സ്മരണയിലെങ്കിലും അത് ചെയ്യണം. അതുപോലുമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ പെരുന്നാൾ അർത്ഥവത്താവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഒരു പെരുന്നാൾ ആഘോഷിക്കുവാൻ, പെരുന്നാളിന്റെ യഥാർത്ഥ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ട്, ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പെരുന്നാൾ ഇനിയുള്ള കാലങ്ങളിലും ശരിക്കും ഈ രൂപത്തിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് മറ്റും പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരും നീ സംരക്ഷിച്ച് നിർത്തണമേ തമ്പുരാനെ. ലോകത്തെ മുഴുവൻ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ കൊടുത്ത് മാപ്പാക്കി നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تجعلنا من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك علما نافعا، اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اشف أمراضنا يا شافي الأمراض، اللهم اشف أمراضنا يا شافي الأمراض. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين. الله أكبر الله أكبر الله أكبر، لا إله إلا الله. الله أكبر الله أكبر ولله الحمد.